എൻ്റെ പേര് റസിയ. ഞാൻ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. വീട്ടമ്മയാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് പായസം ചെറുപരിപ്പ് പാൽച്ചേമ്പ് തണ്ട് പായസമാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: പാൽച്ചേമ്പ് തണ്ട് ചെറുതായി അരിഞ്ഞത്, ചെറുപരിപ്പ്, അണ്ടിപ്പരിപ്പ്, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി, കുറച്ച് ഉപ്പ്, നെയ്യ്, തേങ്ങാപ്പാൽ, ഒന്നാം പാൽ, രണ്ടാം പാൽ, ശർക്കരപ്പാനി. റസിയ ഫ്രം മലപ്പുറം. പെരിന്തൽമണ്ണയാണ് അല്ലേ പ്രോപ്പറായിട്ട്? അങ്ങാടിപ്പുറം ആ ഭാഗത്തൊക്കെയാണ്. പെരിന്തൽമൗലാന ഹോസ്പിറ്റലിന് തൊട്ട്. വളരെയധികം തയ്യാറെടുപ്പോടുകൂടി വന്നിരിക്കുവാണ്. അതങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വീട്ടിലുണ്ടാക്കി എല്ലാവരും അഭിപ്രായം പറയുന്നില്ല. ചെറുപയർ പരിപ്പ് പാൽച്ചേമ്പ് തണ്ട് പായസം. പാൽച്ചേമ്പ് തണ്ട് താളെന്ന് പറയുന്നത്. താള് കൊണ്ട് പായസം ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ നല്ല കാര്യമാണ് അല്ലേ? അതിന്റെ കൂടെ ചെറുപരിപ്പും കൂടി മിക്സ് ചെയ്ത് ചേർത്ത്. തേങ്ങാപ്പാല്, ശർക്കരയാണ് മധുരം. ഓക്കെ. അപ്പോൾ നല്ല തയ്യാറെടുപ്പോട് വന്നിരിക്കുകയാണ് മത്സരിക്കാൻ. അപ്പോൾ തുടങ്ങിക്കോളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചെറുപയർ പരിപ്പ് വറുത്തെടുക്കണം. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ചെറുപരിപ്പ് ഒരു കുക്കറിലേക്ക് ഇടുക. ഇത് ഒരു പ്രാവശ്യം വിസിലടിച്ച ശേഷം കുറഞ്ഞ തീയിൽ 2 വിസിൽ കൂടി എടുക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് പാൽച്ചേമ്പ് തണ്ട്, 2 വലിയ ചെമ്പിൻ്റെ തണ്ടാണിത്, നൈസായി അരിഞ്ഞത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒഴിച്ചെടുക്കും. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ചേർക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് വെള്ളം. ഇതിലേക്ക് ശർക്കരപ്പാനി, 200 ഗ്രാം പരിപ്പ്, 300 ഗ്രാം ശർക്കരൻ്റെ പാനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 പാൽ ചേർക്കും. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളക്കാൻ അനുവദിക്കേണ്ട എടുക്കുക, ഓഫാക്കുക, തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, ഒരു നുള്ള ഉപ്പ് നന്നായി ഇളക്കി യോജിപ്പിച്ചു. ഹലോ, എന്തൊക്കെയായി? അപ്പോൾ ഏകദേശമൊക്കെ ആയി തോന്നുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കണേ. സാധാരണ ഇവിടെ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം മത്സരത്തിന് പങ്കെടുത്ത് നല്ല പരിശീലനം കിട്ടിയ ആൾക്കാരാണ്. പക്ഷേ ഫസ്റ്റ് ടൈമറാണ് അല്ലേ? അതിൻ്റെ ഒരു പരിഭ്രമമൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ നന്നാവട്ടെ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കും. തേങ്ങാക്കൊത്ത്, നെയ്യിൽ വറുത്തെടുത്തു. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കാനാണ്. ഇതും ഇതിലേക്ക് തേങ്ങാക്കൊത്തിലേക്ക് ഇതും ചേർക്കും. വറുത്തച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ എൻ്റെ പായസം റെഡി. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയത് ചെറുപയർ പരിപ്പ് പാൽച്ചേമ്പ് തണ്ട് പായസമാണ്. ഇത് ഇനി എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയുക. നല്ലതാണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം.